ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കസിൻസ് ചേരുമ്പോഴത്തേനും ഒരു കളി മീനാണല്ലോ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ച് അത് കണ്ടെത്തുന്ന ഒരു തീരുമാനത്തിലെത്തിയപ്പോഴത്തേനും കളി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എണ്ണിയപ്പോഴത്തേനും എൻ്റെ പേരാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കളി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പാപ്പു എടുത്തുകൊണ്ട് വന്ന സാധനം, പിന്നെ ഞങ്ങൾ പിന്നും എണ്ണാൻ തുടങ്ങി. പിന്നെ സാറ്റ് കളിയായി. സാറ്റ് കളി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ പോലെയാണല്ലോ. അപ്പോൾ പിന്നെ സാറ്റ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ പിന്നെയും പാപ്പു എണ്ണി വന്നപ്പോഴത്തേനും അവനാണ് ഒളിപ്പിച്ച് വെച്ച് ഞാൻ പോയി എടുത്തു. അങ്ങനെ അമ്മയുടെ ഒരു ക്ലിപ്പാണ് കേട്ടോ എടുത്ത് ഞങ്ങൾ സാധനമായിട്ട് എടുത്തത്. പിന്നെ ഞങ്ങൾ ഇതെന്താ നിലത്തെടുക്കുന്നറിയാമോ, വീട്ടിൽ ഫുള്ള് സാധനങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ നിലത്ത് കിടക്കുന്നു. പിന്നെ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ പുറത്ത് പോയി. അപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെയാണ്, പാലം. പിന്നെ അതേപോലെ ഈവനിങ് ടൈം ഇറങ്ങുമ്പോഴത്തേനും നല്ല രസമാണ് അവിടേക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു താഴെ പോയിട്ട് പാലത്തിൻ്റെ താഴെ ചെന്നിട്ട് ഞങ്ങളൊരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു. അപ്പോഴത്തേനും ഇതെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചേനെ എനിക്ക് വാങ്ങിച്ചു തരുമോ ഷിൻചാൻ്റെ ഒരു കൂട്ടായിട്ട് എന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ താറാവുകളാണ് മെയിൻ. അങ്ങനെ തേർഡ് ഡേ ആയി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഷിൻചാന് ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഡേ പോകാൻ നേരമാണ് ഓർക്കുന്നത് ഇത്രയും ദിവസം പഠിച്ച് വെച്ച് ഡാൻസ് റീൽ ഇതുവരെ എടുത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിൽ പോയി എടുത്തു. പിന്നെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ആൻഡ് ഇത് ലോങ് വീഡിയോ ആവോ ഷോർട്ട് വീഡിയോ എന്ന് അറിയത്തില്ല. കാര്യം യൂട്യൂബ് ചില വീഡിയോസൊന്നും ലോങ് വീഡിയോ ഒക്കെ സമ്മതിക്കില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഷോർട്ടായിരിക്കും, ചിലപ്പോൾ ലോങ് ആയിരിക്കും. ആൻഡ് അതാണ് പള്ളി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇത്രയും ദിവസം നിന്നിട്ട് ഈ വഴിയൊന്നും ഞങ്ങൾ വന്നില്ലായിരുന്നു. വേറെ റൂട്ടുകളായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തൊരു ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു റിലേറ്റീവിനെ പുതുക്കിപ്പണിയുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. 4 ദിവസം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണ് നിഷാമയും അച്ഛനും അപ്പുവൊക്കെ പോകുന്നത്. ആൻഡ് അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇറങ്ങുന്ന സമയത്ത് കണ്ടു, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ കാണുന്ന റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റ് കയറി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ നെസ്കഫേയുടെ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു. പിന്നെ ഒരു ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം വീട്, ബെഡ്, അതൊക്കെ ഭയങ്കര ഒരു ഇമോഷനാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേനാണ് സമാധാനം വന്നത്. അപ്പോൾ അത്രയും ബൈ.